ഹലോ, അപ്പൊ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നേക്കുവാണ്. ഇപ്പൊ നമ്മളുള്ളത് അച്ഛന്റെ ആലയിൽ. അച്ഛനാണെങ്കിൽ ചേർത്തലേക്കൊക്കെ പോയേക്കും. അപ്പം കത്തി കാച്ചാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് ചേട്ടയെ കാച്ചാന്ന് പറഞ്ഞുകൊണ്ട് റെഡി ആയിട്ട് നിപ്പുണ്ട്. അപ്പൊ ചേട്ടയാണ് ഇന്ന് കത്തി കാച്ചുന്നത്. അപ്പൊ നമുക്ക് കത്തിയില്ല വാക്കത്തി. അപ്പൊ ഇത് നമ്മളിന്ന് കാച്ചാൻ പോവാ. കാച്ചി മൂർച്ച കൂട്ടാൻ അല്ലേ? നമ്മളിത് കാച്ചാൻ പോവാണ്. അപ്പോൾ ഇതിന് മുനയൊക്കെ പോയിട്ടുണ്ട്. അതെല്ലാം റെഡിയാക്കിയിട്ട് വേണം നമുക്ക് കാച്ചാനായിട്ട്. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒല ഒരുക്കുക എന്ന് പറഞ്ഞാൽ ഒല ഒരുക്കാനായിട്ട് ആദ്യം നമ്മൾ അങ്ങോട്ട് പോവാം. ആദ്യം നമ്മൾ ഒല ഒരുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കരിയെല്ലാം വാരി നമ്മളൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എല്ലാം ഒന്ന് ഇളക്കി റെഡിയാക്കുക, ക്ലീനാക്കുക. മൊത്തം ഒന്ന് ഒരുക്കി ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മുടെ തോണി ഇതാണ്. ഇതിലാണ് നമ്മൾ ലാസ്റ്റ് കാച്ചിയിട്ട് കത്തി മുക്കുന്നത്. തോണി അത് നമ്മൾ കുഴിച്ചിട്ടേക്കുവാണ്. അടിയിലായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് വെള്ളം എടുത്ത് നമുക്കിതൊന്ന് ഒരുക്കാം. നനച്ചു കൊടുക്കണോ? അവിടെ നനച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ലപോലെ നല്ല ലെവലിൽ കിടന്നോളും, വൃത്തിയായിട്ട് കിടന്നോളും. അതിന് ശേഷം നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. അത് നമ്മൾ കാച്ചാൻ നേരം എടുത്താൽ മതി, കത്തി വെക്കുമ്പോഴത്തേനും എടുത്താൽ മതി. ഇപ്പം നനഞ്ഞ് കിടക്കുന്നതുകൊണ്ടല്ലേ കരി നനഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ കരി വാരി അങ്ങ് മാറ്റി വെക്കുന്നു. പിന്നെ നമ്മൾ തീ പിടിപ്പിക്കാൻ നേരം ഈ കരി എടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് കത്തി മൂർച്ച കൂട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനിയിപ്പോൾ എഴുന്നേറ്റ് ചാണയ്ക്ക് പിടിച്ച് മൂർച്ച കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാക്കത്തി ചാണയെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ നമുക്ക് മൂർച്ച കൂട്ടാനായിട്ട് പോകാം. ഇപ്പം നമുക്കിത് നോക്കി അറിയാം. ഇതിൽ മുന പോയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ഇവിടെ ഇച്ചിരി കുഴിയുണ്ട്, ഇവിടെ കുറച്ച് കുഴിയുണ്ട്. അപ്പോൾ അങ്ങനെ മുന പോയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ സാൻഡർ അടിച്ച് ചാണയ്ക്ക് പിടിച്ച് നമ്മൾ നേരെയാക്കും. അപ്പോൾ അങ്ങനെ നേരെയാക്കി എടുത്തിട്ട് മൂർച്ച കൂട്ടി രാഗി ആണ് നമ്മൾ പഴുപ്പിക്കാൻ വെക്കുന്നത്. പഴുപ്പിക്കാൻ വെച്ചിട്ട് നമ്മൾ മുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കടുപ്പം കൂടും. അപ്പോഴേ നമുക്ക് ഇത് വെച്ച് വെട്ടാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചാണയ്ക്ക് പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ചാണയ്ക്ക് പിടിക്കുമ്പോഴത്തേനും നമ്മൾ ചാണകം എടുത്ത് കണക്ട് ചെയ്തു. അപ്പോൾ നല്ല വെട്ടം വേണം. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് വെട്ടക്കുറവുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം എമർജൻസി ഒക്കെ അടുപ്പിച്ച് വെച്ചാണ് ചെയ്യുന്നത്. എങ്കിലും വെട്ടം കുറവാണ്. വെട്ടം ഉണ്ടെങ്കിലേ നമുക്ക് അതിൻ്റെ മുന കൂടുന്ന അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. തീരാറായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ തന്നെ ഒറ്റ ലെവലിൽ തന്നെ വരിക. നമ്മൾ ആദ്യം വീഡിയോ കാണിച്ചപ്പോഴത്തേനും അതിൽ ഒറ്റ ലെവലിലല്ലായിരുന്നു വന്നിരിക്കുന്നത്. അതിൽ പുളവുണ്ടായിരുന്നു. ഇതേ ഒറ്റ നമ്മൾ ചാണയ്ക്ക് പിടിക്കുമ്പോഴത്തേനും അത് കുറച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. കാരണം ഒരേ ലെവലിൽ വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചാണകം എടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഒറ്റ ലെവലിൽ തന്നെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമുക്ക് ഒറ്റ ലെവലിൽ തന്നെ വന്നിരിക്കുന്നത്. ഒറ്റ ലെവലിൽ. പൂമന കൂടിക്കഴിഞ്ഞാൽ അത് കൃത്യം നമുക്ക് ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ പൂമന കൂടിയിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ അടുത്ത് നോക്കുമ്പോഴത്തേനും കാണാം. ആ അതിൻ്റെ ആ ചെറിയ പൊളവും ഇതെല്ലാം മാറി, വെട്ടുപാടൊക്കെ മാറി നല്ലപോലെ പൂമന. ഒരുപാട് കൂടണ്ട. ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ കത്തി അത്രയും കൂടെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഓവറായിട്ട് ചാണയ്ക്ക് പിടിക്കാൻ പറ്റത്തില്ല. ഓവറായിട്ട് ചാണയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ കത്തി അതുപോലെ തന്നെ കത്തി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു രീതിയിൽ പൂമന കൂടിയിട്ട് ബാക്കി രാഗി കൂട്ടിയാൽ മതി. അപ്പം നിലവിൽ ഈ ഒരു കണ്ടീഷനാക്കി പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കൂടെ ഒരു ലെവലാക്കി വിടുക.
ലെവലാക്കി എന്ന് പറഞ്ഞാൽ അത് ഒരു വൃത്തിയായിട്ടിരിക്കും കത്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് ചാണകി പിടിച്ചൊന്ന് ലെവലാക്കി വിടാം. ചെറുതായിട്ട് ആ ഒരു മുന മാത്രം ഒന്ന് ലെവലാക്കി ഈ ഒരു സൈഡും 2 മൂലയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചു വിട്ടാൽ മതി. അപ്പോൾ അതൊരു ലെവൽ നല്ല ഷേപ്പായി ഇപ്പോൾ കത്തി. ഇനി നമുക്ക് രാഗി കൂട്ടുവാണ് വേണ്ടത്. രാഗി കൂട്ടിയാലേ ഇതിൻ്റെ മുന കൂടത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ രാഗി കൂട്ടാൻ പോവുകയാണ്. പിന്നെ ചാണകം എടുക്കുമ്പോഴത്തേനും നല്ലപോലെ ശ്രദ്ധിക്കണം, കൈയൊന്നും പോകാതെ നോക്കണം. ഇപ്പോൾ വെട്ടവും കുറവാണ്. വെട്ടം കുറവുള്ളപ്പോൾ കഴിവതും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. വെട്ടം നല്ലപോലെ വേണം നമുക്ക്, എന്നാലേ നമുക്ക് ഇതിൻ്റെ പൂവന കൂടുന്നതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ആ മുന നമ്മൾ രാഗി കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഈ ചാണയ്ക്ക് ഒന്ന് രാഗി കൊടുക്കുകയാണെങ്കിൽ ഇതൊരു ചാണയാണ്, ചാണക്കല്ലാണ്. അപ്പം പണ്ട് നമ്മളിത് വലിച്ച് ആയിരുന്നു ചാണയ്ക്ക് പിടിച്ചുകൊണ്ടിരുന്നത്. ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും, ഈ ടൂൾസ് കടയിലൊക്കെ കിട്ടും. നമ്മൾ ഈ ബിറ്റ്, അതുപോലെ സാൻഡറിൻ്റെ ഡിസ്ക്, അതുപോലെയുള്ള അങ്ങനെ ഉള്ള സാധനങ്ങളെല്ലാം മേടിക്കുന്ന കടയിൽ, ടൂൾസ് എല്ലാം കിട്ടുന്ന കടയിൽ ഇത് കിട്ടും. അപ്പോൾ ഇതുണ്ടെങ്കിൽ വളരെ ഉപകാരമാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ഇത് രാഗി കൂട്ടാൻ പറ്റും. ഒറ്റ ലെവലിൽ വരും ഇത്. അഥവാ നമ്മൾ ഇത് പിടിക്കുന്നത് ലെവൽ അല്ലെങ്കിൽ പോലും നമുക്ക് ഇത് വെച്ച് അത് നല്ല ലെവലിലാക്കി എടുക്കും. ഇപ്പോൾ ഓൾറെഡി ലെവലാണ്, നല്ല നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ല ലെവലിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് ഈ ഒരു ചാണകം ഉണ്ടെങ്കിൽ നല്ലപോലെ ഒറ്റ ലെവലിൽ തന്നെ രാഗി കൂട്ടാൻ പറ്റും. ഇതൊന്ന് പിടിച്ചിട്ട് നമുക്ക് മുക്കോണരം വെച്ച് ഒന്ന് രാഗിയാൽ മതി. മുക്കോണരം എന്ന് പറയുന്നത് ഇതാണ്. മുക്കോണരം എന്ന് പറയുന്നത് 3 കോണാണ് ഇതിനുള്ളത്. 3 കോണ് ഇത് വെച്ചാണ് നമ്മൾ മുന കൂട്ടുന്നത്, അതായത് മുനയാക്കുന്നത്. മുനയുണ്ടെങ്കിൽ കത്തി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, ഏത് കത്തിയാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് രാഗി കൂട്ടിയാണ് കാച്ചാൻ നമ്മൾ എടുക്കുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് മുന കൂട്ടിയെടുക്കാം. അപ്പം നമ്മൾ ഇത് കാച്ചി കഴിഞ്ഞ് രണ്ടാമതും നമ്മൾ ഇതുപോലെ തന്നെ മുന കൂട്ടേണ്ടതുണ്ട്. ഇതിപ്പോൾ ഈ തടി അനങ്ങുന്നുണ്ട്. തടി ഒരു കാരണവശാലും അനങ്ങാൻ പാടില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തടി അനങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ മുന അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അനങ്ങാതിരിക്കണം കത്തി. അത് ചാണയ്ക്ക് പിടിക്കുമ്പോഴാണെങ്കിലും കത്തി അനങ്ങാതിരുന്നാൽ മാത്രമേ നമുക്ക് ഇത് ഒറ്റ ലെവലിൽ പിടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും ഇത് ലെവല് തെറ്റി. ഒറ്റ ലെവലിൽ നമുക്ക് കിട്ടണം. ഇതുണ്ടെന്ന് ഇപ്പം നമുക്ക് നോക്കുമ്പോഴത്തേനും അറിയാം. നമ്മൾ ഇതിലോട്ട് നോക്കുമ്പോഴത്തേനും അറിയാം ഒറ്റ ലെവലിലായി വരുന്നുണ്ട് ഓൾറെഡി. അതെ, പിന്നെ നമ്മൾ അതൊരു ഷേപ്പാക്കി എടുക്കുന്നു. അതിനാണ് നമുക്കിത് വളരെ ഉപകാരമുള്ളൊരു സാധനമാണ്. കാച്ചാൻ പോവുകയാണ്. അപ്പം മുനയെല്ലാം കൂടി എല്ലാം റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനിയിപ്പം കുഞ്ഞാത്തൂനെ കൊണ്ടങ്ങ് ഊതിക്കാൻ ഓർത്തായിരിക്കുന്നത്. ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാനത് ഊതുന്നേ. അപ്പോൾ കുഞ്ഞാത്തു ഇന്ന് ഊതാനായിട്ട് ഇരിക്കുവാണ്. അച്ചാച്ചിക്ക് ഇടയ്ക്കൊക്കെ ഊതി കൊടുക്കുന്ന കുഞ്ഞാത്തു. അതുകൊണ്ട് ഊതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേലിങ്ങനെ കറക്കുന്നതിനാണ് ഊതുക എന്ന് പറയുന്നത്. അപ്പോൾ ഊതുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കാറ്റ് വരുമ്പോഴത്തേനും ഇവിടെ നമുക്ക് തീ കത്തണം. അപ്പം അത് കരിയിട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇത് പഴുക്കും. ഇതാണ് നമ്മുടെ ഫ്ലവർ. ഈ ഫ്ലവറിൻ്റെ അകത്തു നിന്നാണ് നമുക്ക് കാറ്റ് വരുന്നത്. പണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കിയിരുന്നത്, പണ്ട് ചാച്ചനൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേനും അത് വേറെ ചാച്ചൻ തന്നെ ഉണ്ടാക്കിയെടുത്ത പോലെയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ഇത് വെച്ചാണ് ചെയ്യുന്നത്. ഇതാണെങ്കിൽ പക്ഷെ അതിനാണ് കാറ്റ് കൂടുതൽ. ഇതിനാണെങ്കിൽ അത്ര കാറ്റില്ല, എങ്കിൽ പോലും കുഴപ്പമില്ല. നമുക്ക് പണിയെല്ലാം ചെയ്യാനായിട്ട് നമ്മൾ ആല തുടങ്ങിയപ്പോഴത്തൊട്ട്, അച്ചാച്ചി ആല തുടങ്ങിയപ്പോഴത്തൊട്ട് ഈ ഫ്ലവറാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതിന് അത്യാവശ്യം കാറ്റുണ്ട്, കുഴപ്പമില്ല. എങ്കിലും പഴയ ഇതിൻ്റെ ഇത് കിട്ടത്തില്ല, കാറ്റ് കിട്ടത്തില്ല. അപ്പം നമ്മൾ ഇനിയിപ്പം കരിയിട്ട് തീ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കത്തിയെല്ലാം മുനക്കൂട്ടി വെച്ചിരിക്കുകയാണ് ഓൾറെഡി. അപ്പം ഇനിയിപ്പോൾ കരിയിട്ട് നമുക്ക് തീ പിടിപ്പിക്കാം. വൃത്തിയാക്കാൻ നേരം എടുത്ത കരിയാണ്. അപ്പോൾ അത് ആദ്യം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ കാച്ചാനായിട്ട് ഒരുപാട് കരി വേണം. നല്ലപോലെ കരി ഇട്ട് കൊടുത്താലേ ഇരുമ്പ് ഒഴുക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ കരി നമ്മളങ്ങ് ഇട്ടു. പൊടിയൊന്നും ഇടണ്ട. പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പൊട്ടിത്തെറിക്കും. അപ്പോൾ പൊടി നമ്മളങ്ങ് കളയുന്നു. കരി നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്ന കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചിരട്ടക്കരിയാണ്. ചിരട്ടക്കരി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്, അല്ലാത്ത വേറെ കരിയുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ കരി മേടിക്കുകയാണ്. ഒരു ചാക്ക് കരിക്ക് ഉദ്ദേശം ഒരു 2000 രൂപ അടുത്താവും. ഇത് നമ്മൾ ചിരട്ടക്കരി നമ്മൾ ഉണ്ടാക്കുന്ന കരിയാണ് ചിരട്ടക്കരി. അപ്പം ചിരട്ടക്കരിക്ക് നല്ല ചൂടാണ്. അപ്പോൾ ചിരട്ടക്കരിയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് പഴുത്തോളും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചിരട്ടക്കരിയും കൂടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കരി പതുക്കെ കുറച്ചിടാം. ആദ്യം കുറച്ചിട്ടാൽ മതി തീ പിടിപ്പിക്കുന്നതിന് മുമ്പ്.
അപ്പം നമ്മൾ കുറച്ച് പൂളും കൂടി ഇട്ട് കൊടുത്താൽ തീ പിടിക്കത്തുള്ളൂ. നല്ലപോലെ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലൗസ് ഇട്ടേക്കുന്നത്. അപ്പം നമുക്ക് തീ പിടിപ്പിക്കാം. ഇത്രയും പൂള് ഇടണ്ട, കുഞ്ഞാത്തും എടുത്തിട്ടതാണ് ഇത്രയും. കുറച്ചിട്ടാ മതി. ഇപ്പൊ ശരിക്കും ആലക്കൂടെ തീയിട്ട് ഇപ്പൊ മൊത്തത്തിൽ തീ ഇട്ടത് കുറച്ചിട്ടാ മതി. ഊതുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ പുറത്തോട്ട് കുറച്ച് കരി ഇട്ട് കൊടുക്കണം. തീ പിടിച്ചു ഊതിക്കൊടുക്കും. അപ്പൊ ഇതിന് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ നല്ലപോലെ തീ വേണം. അത് തന്നെയല്ല, ഊതുന്നതിന്റെ സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കത്തി വെളുക്കത്തില്ല. ഒരേ പഴുപ്പിൽ നമുക്ക്, അതായത് എല്ലാ ഭാഗത്തും ഒരേ പഴുപ്പിൽ നമുക്ക് ഇത് ഒരേ പഴുപ്പ് കിട്ടണം. ഒരേ പഴുപ്പ് കിട്ടിയാൽ മാത്രമേ, അത് പഴുപ്പ് കൂടിപ്പോകാനും പറ്റത്തില്ല. ഒരേ ലെവലിൽ ഇത് കത്തി പഴുത്താൽ മാത്രമേ നമുക്ക് ഒരേ പദം കിട്ടത്തുള്ളൂ. വെള്ളം പൊളിയത്തുള്ളൂ. വെള്ളം പൊളിയുക എന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ വെള്ളം പൊഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരേ ഇത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഈ പണി ഒന്നുകൂടെ ചെയ്യേണ്ടി വരും, ഒന്നുകൂടെ രാഗി മുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം നമുക്ക് ഗണപതിക്ക് വെക്കാം. ആദ്യം ഗണപതിക്ക് വെക്കുവാണേ. ഗണപതിക്ക് വെക്കാനായിട്ട് നമ്മൾ ഗണപതിക്ക് വെച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. ഇവിടെ ഒരു കുഞ്ഞു പണിക്കാരനുണ്ട്. ഇത് നോക്കിയേ, സുമ്പുടു എന്നാ പണിയുന്നേ? അത് മൂർച്ചയൊന്നും ഇല്ലാത്ത കത്തിയാണ് കേട്ടോ. ഇത് പണ്ടത്തെ ഒരു കത്തിയാണ്, അതുകൊണ്ടാണ് കൊച്ചിന് കൊടുത്തേക്കുന്നത്. അല്ലാതെ മൂർച്ചയുള്ളതോ ഒന്നും അല്ല കേട്ടോ. അതുകൊണ്ട് ഇത് കുഞ്ഞിച്ചിറ്റിക്കുണ്ട്. ഞങ്ങൾ കുഞ്ഞിച്ചിറ്റി കാണിക്കാം. ഇത് കണ്ടോ, സുമ്പുടുവിന്റെ ചുറ്റിക്കേണ്ടത്. അത് കുഞ്ഞാത്തിന്റെ ചുറ്റിക്കായിരുന്നു. ഇതൊന്ന് പണ്ട് കുഞ്ഞാത്തിന് കൊടുത്തത്. ഇതറിയും മോനെ. അപ്പഴ പണിതോട്ടോ. ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം. നമ്മൾ കത്തി ഇങ്ങോട്ട് വെക്കുവാണ്. നമ്മൾ ഏറ്റവും അടിയിൽ നിന്നാണ് പഴുപ്പിച്ച് തുടങ്ങുന്നത്. ചിരട്ടക്കരിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോഴേ കൂടുതലായിട്ട് നല്ലപോലെ പഴുക്കത്തുള്ളൂ. പഴുപ്പ് എപ്പോഴും നമ്മൾ നോക്കിയിരിക്കണം. പഴുപ്പ് നോക്കിയിരുന്നില്ലെങ്കിൽ കത്തി പഴുത്ത് പോകും. പഴുത്ത് പോയി കഴിഞ്ഞാൽ കത്തി ഉരുകിപ്പോകും. ഓവർ പഴുപ്പാകാനും പറ്റത്തില്ല, എന്നാൽ പഴുക്കാതിരിക്കാനും പറ്റത്തില്ല. ഒരേ പഴുപ്പിൽ നമുക്ക് കിട്ടണം. പഴുപ്പ് ഒരു കാരണവശാലും കൂടിപ്പോകരുത്. പഴുപ്പ് ഇച്ചിരി കുറഞ്ഞിരുന്നാലും പഴുപ്പ് കൂടിപ്പോയാൽ കത്തി ഒടിഞ്ഞു പോകും. നമുക്ക് ഒരേ അളവിൽ പഴുപ്പ് കിട്ടിയിട്ടുണ്ട്. പഴുപ്പ് കുറവുള്ളത് ഇച്ചിരി നമ്മൾ പഴുപ്പ് കുറച്ചിട്ട് വേണം മുക്കാൻ, അല്ല കത്തി ഒടിഞ്ഞു പോകും. അപ്പോൾ ഇച്ചിരി പഴുപ്പ് നമ്മൾ കുറയാനായിട്ട് നിൽക്കുവാണ്. കത്തി മുക്കുമ്പോഴത്തേന് എപ്പോഴും ഇതിൻ്റെ മാട് വേണം മുക്കാനായിട്ട്. ഇങ്ങനെ മൊത്തത്തിൽ മുക്കി പൊക്കി ഇങ്ങനെ എടുക്കുവാണ്. അപ്പോൾ കണ്ടോ, ഒരേ അളവിൽ പഴുപ്പാണ്. നമുക്കിതൊന്ന് മുനക്കൂട്ടി നോക്കാം, പദവായോന്ന്. അതായത് ഇതുപോലെ വെള്ളം പൊളിയണം. വെള്ളം പൊളിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാ വശത്തും ഒരേപോലെ പദവായെന്ന് അറിയാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ നിലവിൽ എല്ലായിടത്തും ഒരുപോലാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ചെറിയൊരു തീ മതി, ഊതൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് തീ കിട്ടിയാൽ മതി നമുക്ക്. എല്ലായിടത്തും ഒരേ ലെവലിൽ നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ കത്തി മുക്കുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ടത് കത്തിയുടെ മാട് മുക്കാൻ പറ്റത്തുള്ളൂ. മാടെന്ന് പറയുന്നത് ഇതാ ഇവിടമാണ് കത്തിയുടെ മാട്. കത്തിയുടെ മാട് മുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ മുക്കിക്കഴിഞ്ഞാൽ അത് പൊട്ടാൻ സാധ്യതയുണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് ഉപേക്ഷിച്ചുകൊണ്ടാൽ മതി, അത് വെൽഡ് ചെയ്താൽ പോലും നിൽക്കാൻ സാധ്യത കുറവാണ്. കത്തി പൊട്ടൽ വീണിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പുതിയ കത്തിയെ പറ്റി ആലോചിച്ചാൽ മതി. പിന്നെ അത് നിൽക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കത്തി പൊട്ടാതെ കുറച്ച് പഴുപ്പ് കുറഞ്ഞ് മുക്കിയാലും കുഴപ്പമില്ല. പഴുപ്പ് കുറഞ്ഞ് മുക്കിയാൽ നമുക്ക് ഒന്നുകൂടെ മുക്കണമെന്നേ ഉള്ളൂ, നമ്മുടെ അത്രയും കൂടെ കരി പോകുന്നേ ഉള്ളൂ. അത് നമുക്കൊരു നഷ്ടമല്ല, പുതിയ കത്തി ഉണ്ടാക്കുന്നതിലും ലാഭമാണത്. അപ്പോൾ കുറച്ച് കരി പോയാലും പ്രശ്നമില്ല, നമ്മൾ കുറച്ച് പഴുപ്പ് കുറച്ച് മുക്കാവുള്ളൂ. പഴുപ്പ് കുറച്ച് എല്ലായിടത്തും ഒരേ പഴുപ്പിലേ മുക്കാവുള്ളൂ. പഴുപ്പ് ഒരിടത്ത് കൂടി ഒരിടത്ത് കുറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പോഴും ഇതേ അവസ്ഥയാണ് വരുന്നത്, ഒടിയാൻ സാധ്യത കൂടുതലാണ്. അത് ഈ സൈഡ് മാട് മാത്രമേ അടിച്ച് നോക്കാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പൊളവ് മാറിയിട്ടുണ്ട്. നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഒരു കണ്ണടച്ച് നോക്കുമ്പോഴത്തേന് കൃത്യം അറിയാം ഇതിൻ്റെ പൊളവ് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് അങ്ങ് മുക്കി എടുക്കുവാണ്. ഇപ്പോൾ ചെറുതായിട്ട് ചൂടായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇനി നമ്മൾ മൊത്തത്തിൽ ആ ചൂട് മൊത്തം തണുപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പദം മാറിക്കും. ഇപ്പം എല്ലായിടത്തും ഒരേ കളറിലായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം അങ്ങ് നമുക്ക് ആരിച്ചെടുക്കാം. അപ്പോൾ എല്ലായിടത്തും ഒരേ മനയായിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പേപ്പർ എടുക്കുക, പുതിയ വില എഴുതുക, വെക്കുക, കൊടുത്തു വിടുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.